യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പിതാവായ ദൈവം ലോകത്തിന് നൽകിയിട്ടുള്ള മറ്റൊരു അത്ഭുത വാക്കാണ്, ഒരു അത്ഭുത ദാനമാണ് യേശു എന്ന വാക്ക്. യേശു എന്ന വാക്ക്, ഹല്ലേലൂയ എന്ന വാക്ക് പിതാവായ ദൈവം ലോകത്തിലെ സർവ്വ മക്കൾക്കും സർവ്വ ജനതകൾക്കും വേണ്ടി കർത്താവ് ലോകത്തിലേക്ക് നൽകി. എന്നിട്ട് കർത്താവ് ലോകത്തുള്ള സകല ജനതകളോട് പറഞ്ഞത്, നിങ്ങൾ ഈ വാക്ക് ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കണം. അത് നമ്മൾ കാണുന്നത് 47-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യത്തിലാണ്. 47-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. വിശ്വാസികളെ കരഘോഷം മുഴക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം സർവ്വ ജനതകൾക്കും വേണ്ടിയാണ് ദൈവം ഒരു കാര്യം തരുന്നത്. അതിനകത്ത് മാമോദീസ മുങ്ങിയ ആൾ ഉപയോഗിച്ചാലും മാമോദീസ മുങ്ങാത്ത ആൾ ഉപയോഗിച്ചാലും വിശ്വാസിയാണെങ്കിലും കഠിനപാപിയാണെങ്കിലും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ഉച്ചത്തിൽ സ്വർഗസ്വനായ പിതാവ് തന്ന വാക്കായതുകൊണ്ട് ഉച്ചത്തിൽ അത് പറയുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വന്ന് ആ ഹൃദയം മാംസളമാകും, അനുതാപം ഉണ്ടാകും, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഈ ലോകത്തിലുള്ള സർവ്വ ജനതകളും സർവ്വ മക്കളും മനസ്സ് തുറന്ന് ഉച്ചത്തിൽ വിളിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മറ്റൊരു സ്വർഗീയ ദാനമാണ് യേശു എന്ന വാക്ക്. ഈ 2 വാക്കുകളാണ് ഞാൻ ബൈബിളിൽ പ്രധാനമായും ദൈവപിതാവ് നമുക്ക് നേരിട്ട് തന്ന വാക്കുകളായി കണ്ടിട്ടുള്ളത്. അത് വിളിച്ചാൽ വലിയ അത്ഭുതമാണ്, വലിയ ശക്തിയാണ്. അപ്പോൾ യേശു എന്ന വാക്ക് അതൊരു വലിയ മഹാപാപിയാണെങ്കിലും ഒരു കഠിനഹൃദയനാണെങ്കിലും ഒരു ദുഷ്ടനാണെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ എൻ്റെ യേശുവേ എന്ന് കരഞ്ഞൊന്ന് വിളിച്ചു നോക്കിയേ, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും, അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുലിഖിതം. ദൈവത്തിൻ്റെ ദൂതൻ യൗസേപ്പിന് പ്രത്യക്ഷപ്പെട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് കുട്ടിയുടെ പേരിടുന്ന കാര്യം വരുമ്പോൾ പെട്ടെന്ന് കയറി ഇടപെടുന്നതാണ് 21-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് കുട്ടി ജനിച്ചിട്ടുണ്ടോ? മാതാവ് ഗർഭിണിയാണോ? ഗർഭിണിയൊന്നും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ പേരിൻ്റെ കാര്യത്തിലാണ് പിടിവലി. സാധാരണ പേരിടുന്ന ആരാണ്? അപ്പനമ്മയല്ലേ പേരിടുന്നത്? അത് കുട്ടി ആണാണോ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടാ പോരെ അല്ലേ? ഇത് അതിനു മുമ്പേ, ഗർഭിണിയാകുന്നതിന് മുമ്പേ ദൂതൻ ഇങ്ങോട്ട് കയറി പറയാണ്, അവൾ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേര് ഇടണം. അപ്പോൾ ഈ യേശു എന്ന പേര് ആര് രൂപപ്പെടുത്തിയതായിരിക്കും? ആര് കണ്ടുപിടിച്ചതാണ്? മാലാഖ കണ്ടുപിടിച്ചതാണോ? യോസേപ്പ് പിതാവ് കണ്ടുപിടിച്ചതാണോ? മാതാവ് കണ്ടുപിടിച്ചതാണോ? പറ, ആര് കണ്ടുപിടിച്ച്? പിതാവായ ദൈവം അവിടുത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച്, എന്നിട്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിന് ആ പേര് ദാനമായി നൽകി. എല്ലാ ജനതകളും ഈ വാക്ക് വിളിച്ചപേക്ഷിക്കണമെന്ന് സ്വർഗസ്വനായ പിതാവ് ആഗ്രഹിച്ചു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹിയോൻ ശുശ്രൂഷകളുടെ തുടക്കം മുതൽ തന്നെ ഹല്ലേലൂയ എന്ന വാക്കിനോടൊപ്പം തന്നെ ദൈവം ചേർത്ത് വെച്ച ഒരു പ്രാർത്ഥനയാണ് യേശു, യേശുവേ യേശുവേ യേശുവേ, ഇങ്ങനെ ആവർത്തിച്ച് വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ അപ്പം തന്നെ അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. യേശു എന്ന വാക്ക് അതിശക്തമായ പ്രാർത്ഥനയാണ്. പിതാവായ ദൈവത്തോട് ശുശ്രൂഷകൾ തുടക്കത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ അതിശക്തമായ ഒരു പ്രാർത്ഥന എന്നെ പഠിപ്പിക്കണം. അപ്പോൾ പിതാവായ ദൈവം 2 പ്രാർത്ഥനകൾ പഠിപ്പിച്ചു.
അതിലൊന്നാണ് ഹല്ലേലൂയ എന്ന വാക്ക്, രണ്ടാമത്തതാണ് യേശു എന്ന വാക്ക്. വളരെ പവർഫുള്ളായ രണ്ട് പ്രാർത്ഥനകളാണ് ഹല്ലേലൂയ എന്ന വാക്കും യേശു എന്ന വാക്കും. ഇത് രണ്ടും കൂടെ പറയാനും പ്രാർത്ഥിക്കാനും ഒരു വ്യക്തിക്ക് സാധിച്ചാൽ ആ വ്യക്തി വളരെ ശക്തനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പിശാചിനൊരു നിർബന്ധമുണ്ട്, ഈ രണ്ട് വാക്കുകൾ ആരും ഉപയോഗിക്കരുത്. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട്, ഒരു പ്രത്യേക നാണക്കേട്, ഒരു വൈക്ലഭ്യം. നിങ്ങൾക്കൊന്നും ആയിരിക്കില്ല, ഇച്ചിരി പഠിപ്പ് കൂടട്ടെ അപ്പം കാണാം വൈക്ലഭ്യം വരുമെന്ന്. സ്ഥാനം കൂടുമ്പം, പഠിപ്പ് കൂടുമ്പം വൈക്ലഭ്യം. പ്രൈസ് ദി ലോർഡ്. പണം കൂടുമ്പം വൈക്ലഭ്യം, പ്രായം കൂടുമ്പം വൈക്ലഭ്യം. ഒരു കുട്ടിയായിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓരോ സ്ഥാനങ്ങൾ കയറി വരട്ടെ, വൈക്ലഭ്യം കൂടുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് യേശു എന്ന വാക്ക് വിളിക്കാനും കുറേ കഴിയുമ്പോൾ നാണാവും. നിങ്ങളൊരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആകട്ടെ, എല്ലാവരും സമ്മേളിച്ചിട്ട് മീറ്റിംഗ് വെച്ചിട്ട് യേശുവേ എന്ന് വിളിക്കാൻ നിങ്ങൾ നാണിക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ചെറിയ കുട്ടിയാണ്, ഒന്നും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കാരണം വേറെ ആരും കേൾക്കണില്ലല്ലോ. നിങ്ങളൊരു സദസ്സിലേക്ക് വാ, അവിടെ അറിയാം ഉള്ളിൽ ഏതാ രൂപീകരിക്കണമെന്ന്. യേശു എന്ന വ്യക്തിയെ വിളിക്കാനും യേശു എന്ന വ്യക്തിയെ പരിചയപ്പെടുത്താനും നാണിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിലുണ്ട്. കാരണം നമ്മളത് പറയുകയോ നമ്മളത് വിളിക്കുകയോ നമ്മളത് പരിചയപ്പെടുത്തുകയോ ചെയ്താൽ സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം വലുതാണെന്ന് സാത്താൻ അറിയാം. ആ വാക്ക് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതം സംഭവിക്കുകയും സാത്താൻ അറിയാം. അത് ഒരു അച്ഛൻ വിളിക്കുമ്പോൾ മാത്രമല്ല, അപ്പം നിങ്ങളിരുന്ന് വിശ്വാസത്തോടെ ഹൃദയം തുടങ്ങി അനുവദിച്ച് ബോധ്യപ്പെട്ട് യേശുവേ എന്ന് വിളിച്ചു, അവിടെ ദൈവശക്തി വ്യാപരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുട്ടി എന്ന ജൂലിയ എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ കുടുംബം, ആ കുട്ടി ഇങ്ങനെ തളർന്ന് കിടക്കുക. ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഉള്ളിൽ വിശ്വാസം ജനിച്ച് യേശുവിനെ കുറിച്ച് നല്ല അഭിമാനമായി. അമ്മ കുട്ടിയോട് പറഞ്ഞു, യേശു നാമത്തിൽ കുറേ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി നീ എഴുന്നേറ്റ് നിന്നാ യേശുവിനെ തൊടാൻ പറഞ്ഞു. തളർന്ന് കിടക്കുക കുട്ടി എഴുന്നേറ്റ് അങ്ങോട്ട് തൊട്ട്. തളിച്ചാണ് കുട്ടി എഴുന്നേറ്റ് പോയി ടി വിയിലുള്ള യേശുവിനെ തൊട്ട്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജൂലിയ. ഞാൻ കണ്ണൂർ ജില്ലയിലെ മണിപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. 1.5 വയസ്സായപ്പോൾ നടക്കാൻ ഇച്ചിരി താമസമായിരുന്നു. ഒരു ദിവസം രാത്രി ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോൻ പോയി ദിവ്യകാരുണ്യത്തെ തൊട്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞ് നിന്ന സ്ഥലത്ത് നിന്ന് ഓടി ടി വിയിലെ ദിവ്യകാരുണ്യത്തെ പോയി തൊട്ട് അഭിഷേകത്തെ കണ്ടോണ്ടിരുന്ന അവിടെ തിരിച്ചു വന്നു. അന്ന് മുതൽ കുഞ്ഞ് ഓടി നടക്കാൻ തുടങ്ങി. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. നീ പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെ രണ്ട് കൈയും 2 കാലും അടക്കി പിടിച്ചാലും നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഓടാൻ തുടങ്ങും. അതേമാതിരി അതിന് സന്തോഷവും സൗഖ്യവും ഉണ്ടായി. നോക്ക്, ആ അമ്മയുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്. യേശു എന്ന നാമത്തെ വിളിച്ചുള്ള പ്രാർത്ഥനയാണ് അഭിഷേകാഗ്നിയിൽ ടി വിയിലൂടെ ധാരാളം നടക്കുന്നത്. ആ നാമം നന്നായിട്ട് വിളിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അമ്മ നോക്കുമ്പോൾ കുട്ടി മുമ്പിൽ കിടക്കുക, അല്ലെങ്കിൽ കുട്ടി നനക്കാൻ പറ്റാതെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുക. ഈ അമ്മയുടെ ഉള്ളിൽ യേശുവിൻ്റെ നാമം കണ്ട് നിറഞ്ഞു. ഈ അമ്മ പറഞ്ഞു, മോളെ ഞാനാ നിന്നോട് പറഞ്ഞത്, നീ പോയി ആ ഈശോയെ തൊട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കുട്ടി ഒറ്റ ഓട്ടം നേരെ ടി വിയുടെ അടുത്ത്. അതുവരെ ഉണങ്ങാതെ നടക്കാത്ത കുട്ടിയാണ്. പിന്നെ കുട്ടിക്ക് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഓടും ചാടും കളിക്കും മറിയും എല്ലാം സാധാരണ കുട്ടികളെ പോലെ കയ്യും കാലും നിവർന്ന്. യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ തൽക്ഷണം അവിടെ ഈ ദൈവശക്തി വ്യാപരിക്കുമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആ പേര് കയറില്ല. നമ്മൾ വേറെ ഒരുപാട് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും, ജഗദീശ്വര, പിന്നെ അങ്ങനെ പലതും പറഞ്ഞ്, സർവേശ്വര, പലതും പറഞ്ഞ് പ്രാർത്ഥിക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നാണക്കേട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പിശാച് തകർന്നു വീഴും. അവിടെ വലിയ ശക്തിയുണ്ട്. വേറൊരു കുടുംബത്തിൻ്റെ അനുഭവം. ഇത് അമ്മ കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടി ഓടിയെങ്കിൽ ഒരു കുട്ടി അപ്പനോട് പറഞ്ഞു, അപ്പനെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞ്. തളർന്ന് കിടക്കണ അപ്പൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുക, വായിൽ കൂടെയൊക്കെ ഒഴുക്കി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ അഭിഷേകത്തിന് നടന്നപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ യേശുനാമം നിറഞ്ഞു. കുട്ടി അപ്പനോട് പറഞ്ഞു, അപ്പ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പൻ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്ന്.
അഭിഷേകാഗ്നി കണ്ട സമയത്ത് നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ടെസി. ഞാൻ കോട്ടയം ജില്ലയിലെ വില്ലൂന്നി ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോവുകയും പ്രഷറിൻ്റെ ആധിക്യം മൂലം കിഡ്നി ചുരുങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ വളരെയധികം ഗുരുതരമായ സ്റ്റേജിലായിരുന്നു. ഡോക്ടർ പറഞ്ഞു തല ഓപ്പറേഷൻ ചെയ്യണം, ഡയാലിസിസ് ചെയ്യണം, വളരെ സീരിയസ് ആയ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയോട്ട് പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ഇവിടെ നിന്ന് 33 വിശ്വാസ പ്രമാണം ചെല്ലാൻ പറയുകയും ചെയ്തു. ഞാൻ അതുകൂടാതെ ഇവിടെ വന്ന് ഭർത്താവിനെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് നേർച്ച നേരുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി വളരെ അത്ഭുതകരമായിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുകയാണ് ഡയാലിസിസ് ഒന്നും വേണ്ട, നമുക്ക് ഗുളിക കൊണ്ട് മാറ്റാമെന്ന്. പിന്നീട് ഡോക്ടർ പറഞ്ഞു ഗുളികയും വേണ്ട, കിഡ്നി പഴയ സ്റ്റേജ് തന്നെയായി എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇങ്ങനെ ഭർത്താവ് തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ എല്ലാം ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുക പതിവായിരുന്നു. ഞാനും കുട്ടികളും ഒരു ദിവസം അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൈകൾ അനങ്ങുകയും കാലുകൾ ചലിക്കുന്നതും കണ്ടു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് നമുക്ക് സൗഖ്യം തരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ മോൾ പറഞ്ഞു പപ്പ ഇന്ന് എഴുന്നേറ്റ്, പപ്പായ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ എഴുന്നേറ്റപ്പോൾ സ്റ്റെപ്പായി പപ്പ നടന്നു. ചേച്ചി അഭിഷേകാഗ്നി കണ്ടോണ്ടിരുന്നപ്പോൾ കൈ തന്നെ ചലിച്ചോ? കൈകൾ ചലിച്ചിട്ട് ഒരു പ്രത്യേക അത്രയും സമയം അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് വൈകുന്നേരവും എൻ്റെ സഹോദരങ്ങൾ വന്ന് പുറത്തു കൊണ്ടുപോയി കുളിപ്പിച്ച് എടുത്തുകൊണ്ടുപോയി കടത്തുകയായിരുന്നു. എടുത്തോണ്ട് പോയി കുളിപ്പിച്ച് കിടത്തി. അതായത് കുളിപ്പിച്ചിട്ട് ഒരു പരസഹായം ഇല്ലാതെ പറ്റില്ല. അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതാ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. യേശുവേ നന്ദി യേശുവേ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഒരത്ഭുതം നടന്നിരിക്കുന്നു എന്ന്. അപ്പോൾ എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞു ഞാൻ തോമാസ്ലിയുടെ ആളാണ്, ഞാൻ കണ്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വീട്ടിലേക്ക് വരികയും എഴുന്നേറ്റ് നടക്കുന്നത് കണ്ട് വളരെയധികം വിശ്വസിക്കുകയും ചെയ്തു. ഈ ഒരു അത്ഭുതം കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങളുടെ പലരും വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് ഇടയാവുകയും ചെയ്തു. കൈയടിച്ചേ. ഈശോ നോക്ക്, ഇതാണ് ഇന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന പോലെ തളർവാദ രോഗിയോട് കർത്താവ് യേശുമിശിഹ ചാടി എഴുന്നേൽക്കാൻ പറഞ്ഞ സ്ഥിതിയാണ്. നമുക്ക് അഭിഷേകാഗ്നി കണ്ടപ്പോൾ ആ സമയം ഈശോയുടെ പ്രവൃത്തി കൈകൾ വിറച്ചിട്ട് ഞാൻ വിശ്വാസമുള്ള കുട്ടി പറഞ്ഞു പപ്പ എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നു. പപ്പ ഒരു കൊച്ചുകുട്ടി പിച്ച വെക്കുന്ന പോലെ വെച്ച് നടന്ന് ഇപ്പോൾ ഇന്ന് ആ സഹോദരൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. സഹോദരൻ പുറകെ വന്നിരിക്കും. പിറ്റേ ദിവസം എൻ്റെ ഭർത്താവിൻ്റെ സ്റ്റേജ് അതുപോലെ മോശമായിരുന്നു. പിറ്റേ ദിവസം ഇത് കാണുവാനായിട്ട് ദൈവം നൽകി ഈ അനുഗ്രഹം കാണാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് നന്ദി നന്ദി നാദാ, സ്തുതി സ്തുതി നാദാ, നന്ദി നന്ദി നാദാ, സ്തുതി സ്തുതി നാദാ. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു. യേശുവേ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിയേ, ആ കുടുംബത്തിൽ അഭിഷേകാഗ്നിയുടെ സമയത്ത് യേശുവേ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തായി? യേശുവിൻ്റെ ആത്മാവ് അവിടെ വന്നിറങ്ങു. യേശുവിൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ടായി. യേശുവിൻ്റെ സാന്നിധ്യം ഹൃദയങ്ങളിൽ നിറഞ്ഞു. എന്നിട്ടൊരു ചെറിയ കുട്ടി അപ്പയോട് പറഞ്ഞു പപ്പ എഴുന്നേറ്റ് നടക്ക് പറ്റൂന്ന് പറഞ്ഞു. അപ്പം തന്നെ അത്ഭുതം സംഭവിക്കുകയാണ്. ഇതാ കുട്ടിയുടെ ശക്തിയാണോ? അന്ന് ആ സമയം വരെ വിളിച്ച യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ആ കുടുംബത്തിൽ അങ്ങോട്ട് വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ദൈവം, പിതാവായ ദൈവം നമ്മെ വിളിക്കുമ്പോൾ വലിയ ഒരു പദവി നൽകാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ പദവി യേശു എന്ന നാമം വിളിക്കാനുള്ള പദവിയാണ്. യേശു എന്ന നാമം വിളിക്കാൻ കഴിയുക എന്നുള്ളത് സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് നൽകുന്ന ഒരു പദവിയാണ്. ഹല്ലേലൂയ എന്ന വാക്ക്
ഉപയോഗിക്കാനും വിളിക്കാനും കഴിയുന്നത് സ്വർഗസ്വനായ പിതാവ് നമുക്ക് തരുന്ന ഒരു പദവിയാണ്. ദൈവമക്കളിൽ പലരും അത് തിരിച്ചറിയുന്നില്ല. പൗലോസ് അപ്പസ്തോലനെ സ്വർഗം തിരഞ്ഞെടുത്തപ്പോൾ സ്വർഗത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ പൗലോസ് അപ്പസ്തോലൻ യേശു എന്ന നാമത്തെ വിളിക്കണം, യേശു എന്ന നാമത്തെ പ്രഘോഷിക്കണം, യേശു എന്ന നാമത്തെ വഹിക്കണം, ധരിക്കണം. യേശു എന്ന നാമത്തെ വഹിക്കുക അത് മറ്റൊരു പദവിയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ദൈവം അനനിയാസ് എന്ന് പറഞ്ഞ മകന് പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാ സാവൂൾ എന്ന് പറഞ്ഞ ഒരാൾ കുതിരപ്പുറത്തുനിന്ന് വീണ് കണ്ണുകൾ മൂടപ്പെട്ട് ഇതാ 3 ദിവസമായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കഴിയുകയാണ്. അനനിയാസ് എന്ന് പറഞ്ഞ ആൾ ചെന്ന് കൈ വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അനനിയാസ് വേഗം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുന്ന ഒരു വലിയ പീഡകനാണ് ഈ സാവൂൾ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സൂക്ഷിക്കണം, പേടിക്കണം എന്നൊക്കെ അനനിയാസ് ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ഈ പൗലോസിനെ കുറിച്ച് അനനിയാസിനോട് പറയുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പാത്രമാണവൻ. എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. അപ്പോൾ പൗലോസ്ലീഹായെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ പൗലോസ്ലീഹായുടെ മേൽ ദൈവം കൊടുത്തൊരു പദവിയാണ് യേശുവിൻ്റെ നാമം വഹിക്കാനുള്ളൊരു പദവി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, മാമോദിസ മുങ്ങിയ ഓരോരുത്തരും യേശുവിൻ്റെ നാമം വഹിച്ച് ഇരിക്കുന്നവരാണ്. ആ നാമം നിങ്ങൾ ശരിയായി വിധി ഉജ്ജ്വലിപ്പിച്ചാൽ, കുമ്പസാരിച്ച് പാപപേക്ഷിച്ച് ഈ ദൈവത്തിൻ്റെ ഇസ്രായേലായി മാറിയാൽ, ആ നാമത്തെ വിളിച്ചാൽ, ആ നാമത്തെക്കുറിച്ച് അഭിമാനം കൊണ്ടാൽ, ആ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങും. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം അതിൽ 11-ഉം 12-ഉം തിരുലിഖിതങ്ങൾ. ആക്ട്സ് 19 വേഴ്സസ് 11 and 12. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തുകൊണ്ടിരുന്നു. നോക്ക്, പൗലോസ്ലീഹ വന്നിട്ടില്ല. പൗലോസ്ലീഹ സ്പർശിച്ച ഒരു അംഗവസ്ത്രം കൊണ്ടുവന്നേ ഉള്ളൂ. എന്തായി? ഒരു തുവാല കൊണ്ടുവന്നേ ഉള്ളൂ. ആ തുവാല സ്പർശിച്ച മാത്രയിൽ അത് സ്പർശിച്ചവരിൽ നിന്ന് വ്യാധികളെല്ലാം ഒഴിഞ്ഞു പോവുക, പിശാചുക്കൾ അലറിക്കൊണ്ട് പുറത്തു വരിക. അതുപോലെയുള്ള വലിയ ശക്തി ആ തുവാലകളിൽ നിന്നും അംഗവസ്ത്രങ്ങളിൽ നിന്നും പുറപ്പെട്ടു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പൗലോസ്ലീഹ യേശുവിനെ നാമം വഹിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉറക്കെ പറയണം. നിങ്ങൾ ഇങ്ങനെ ഒരു നാമം വഹിച്ച് ഇതുപോലെ ശക്തി വ്യാപരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാത്ത ചിലരുണ്ട്. ഒരു നാമം വഹിച്ച് ഇങ്ങനെ ശക്തി വരുമെന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ വഹിക്കണ്ട. വെറുതെ ഒരു പേപ്പറോ ഒരു കടലാസോ വഹിച്ചാൽ മതി, ആ കടലാസിൽ നിന്ന് ശക്തി പുറപ്പെടും. ഞാൻ ഓർക്കുന്നു, യേശു നാമത്തിൻ്റെ ശക്തി എന്നൊരു പുസ്തകം, അത് നമ്മൾ പ്രാർത്ഥിച്ച് യേശു നാമത്തിന് പ്രതിഷ്ഠിച്ചൊരു പുസ്തകം. അത് ആ പുസ്തകം വഹിച്ചുകൊണ്ട് നേഴ്സ് ഇവിടുന്ന് പോവുകയാണ് ഹൈദരാബാദിലേക്ക്. അവിടേക്കാണ് ആ നേഴ്സ് പറയാണ്, ആ പുസ്തകം കൈ ഇരുന്നിടത്തോളം സമയം എവിടേക്ക് പോയാൽ അവിടെയൊക്കെ തടസ്സം മാറി. ആ പുസ്തകം വെറുതെ വഹിച്ചുകൊണ്ട് പോയേ ഉള്ളൂ. വെഞ്ചിരിച്ച മെഡലോ വെഞ്ചിരിച്ച കുരിശോ കൊണ്ടായ കാര്യമല്ല ഈ പറയണത്. യേശു എന്ന നാമത്തിന് ശക്തി എന്നൊരു പുസ്തകം അങ്ങനെ കൊണ്ടുപോയി ആ സഹോദരി എവിടെ പോയാലും ഇപ്പോൾ ആ പുസ്തകം കൊണ്ടുപോകും. കാരണം അത് യേശു നാമത്തിന് ശക്തിയുള്ള പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട്. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിസ്, അങ്കമാലി കറുകുറ്റിയിൽ നിന്നും വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഹൈദരാബാദിൽ പഠിച്ചവർക്ക് നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് 5 വർഷം കൂടുമ്പോൾ പുതുക്കണം. ഇത് 3 വർഷമായിട്ട് എൻ്റെ പുറകെ നടന്നിട്ട് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയില്ല. പക്ഷേ ഈ യേശുനാമത്തിൻ്റെ പുസ്തകം
ഇത് കൂടെ കൊണ്ടുപോയ ഈ പുസ്തകം അല്ലേ നിങ്ങൾ അടിച്ച പുസ്തകം? അത് ശരി. ഇതെന്ത് പുസ്തകം ഇത്? ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് പരിചയമുണ്ടോ? ഇതിൻ്റെ പേരാണ് യേശു എന്ന നാമത്തിൻ്റെ ശക്തി. പലർക്കും അറിയാൻ പാടില്ലാത്തൊരു പുസ്തകമാണ് ഇത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ മകള് ഹൈദരാബാദിൽ പഠിച്ച മകളാണ്. എന്നാലും ശരി, ഇങ്ങനത്തെ പുസ്തകത്തിൻ്റെയൊക്കെ വില മനസ്സിലാക്കാനായിട്ട് മകളെ ദൈവം സഹായിച്ചു. എന്നിട്ട് ഇതെന്ത്, ഈ പുസ്തകങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ? ഇത് കൂടെ കൊണ്ടുപോയി. പിന്നെ ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ കൂടെ കൊണ്ടുപോയ ദിവസം തടസ്സങ്ങളെല്ലാം മാറി സർട്ടിഫിക്കറ്റ് ഒരാഴ്ചയ്ക്ക് കൈ കിട്ടി. എൻ്റെ ദൈവമേ, 3 വർഷം നടന്നു. 3 വർഷമായി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു സർട്ടിഫിക്കറ്റ്. അത് ഓൺലൈൻ വഴിയാണ് പുതുക്കേണ്ടത്. അപ്പൊ ഈ വെബ്സൈറ്റ് എന്ത് ചെയ്താൽ അത് കാണാൻ പറ്റത്തില്ല. ഇത് ഓപ്പൺ ചെയ്ത വെബ്സൈറ്റ് ഈ സാധനം കാണിയല്ല. പിന്നെ അലമാരിലാണെങ്കിൽ പോയി തപ്പിയെടുക്കായിരുന്നു. ഇത് എവിടെ പോയി തപ്പിയെടുക്കും പറ? അതെല്ലാം തടസ്സമായിരുന്നു. പക്ഷെ ഈ പുസ്തകം കെട്ടിയ പിന്നെ അപ്പോൾ എന്ത് ചെയ്തു? ചേച്ചി കേരളത്തിൽ വന്നപ്പോൾ ഒരാൾ ഈ പുസ്തകം കൊടുത്ത് യേശുവിനെ കൊണ്ടുപോകണ മാതിരി ഈ പുസ്തകം അങ്ങോട്ട് കൊണ്ടുപോയി ഹൈദരാബാദിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പുസ്തകം അങ്ങോട്ട് കൊണ്ടുപോയ ആ സമയം തൊട്ട് പടിപടിയായിട്ട് തടസ്സങ്ങൾ മാറി മാറി സർട്ടിഫിക്കറ്റ് കിട്ടി, ജോലി കിട്ടി, എല്ലാം അങ്ങോട്ട് ദൈവം അനുഗ്രഹിച്ച്. അതാണ് യേശു എന്ന നാമത്തിൻ്റെ ശക്തി. ഈ പുസ്തകം കൊണ്ടുവന്നോടത്ത് യേശുവും കൂടെ സഞ്ചരിക്കുക. ഇത് കൂടെ കൊണ്ടുപോകുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറി. ഇത് കൂടെ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം. അപ്പോൾ എന്ത് ഇപ്പൊ ഈ കുട്ടി ഇത് ഞാൻ ചോദിച്ചിട്ടാണ് എനിക്ക് തരണില്ല ഈ പുസ്തകം. അതേ മതി, പിടിവിടാതെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുക. ഹല്ലേലൂയ. ആ നാമം ഒന്ന് ഉറക്കെ വിളിക്കാമോ? എന്താ നാമം? യേശുവേ, യേശുവേ, യേശുവേ. മനുഷ്യർ വിളിക്കാൻ സ്വർഗത്തിൽ നൽകിയ നാമമാണ് യേശു എന്ന നാമം. അട്ടപ്പാടിയിൽ സിഹിയോന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടക്കത്തിലെ സ്വർഗത്തിലെ ദൈവം നൽകിയ 2 പവർഫുൾ പ്രേയേഴ്സാണ്. ഒന്ന് ഹല്ലേലൂയ, 2 യേശു എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷം നമുക്ക് ചാടി എഴുന്നേൽക്കാം. യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നിടത്ത് പിശാചിൻ്റെ കോട്ടകൾ തകരും, അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ വിട്ടുപോകും, വലിയ വിടുതൽ സംഭവിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 17-18 തിരുലിഖിതങ്ങൾ 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമം പ്രഘോഷിച്ചപ്പോൾ, നിൻ്റെ നാമം ഉച്ചരിച്ചപ്പോൾ, നിൻ്റെ നാമം പറഞ്ഞപ്പോൾ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. യേശു അവരോട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിക്കുന്നു. സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നു. അഗ്നിയിൽ മെഴുകുന്നത് പോലെ സാത്താൻ അവിടെ അപ്രത്യക്ഷമാകും. കൊടുങ്കാറ്റിൽ പുക എന്നതുപോലെ സാത്താൻ അവിടുന്ന് വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അന്ധകാര പീഡ വിട്ടുമാറാതെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റമില്ലാതെ അല്ലെങ്കിൽ വളരെ ശക്തിയോടെ വിശ്വാസത്തോടെ വിളിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നൊരു നാമമാണ് യേശുവേ, യേശുവേ എന്നുള്ള ഈ പ്രാർത്ഥന. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന വാക്കും യേശു എന്ന നാമവും വലിയ അഭിമാനത്തോടും വിശ്വാസത്തോടും ഉപയോഗിച്ചാൽ അവിടെ തൽക്ഷണം ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഈ സമയം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രോഗികളെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ രോഗികളുടെ മേൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുക. രോഗമുള്ളവർ ആ രോഗമുള്ള ഭാഗത്തേക്ക് അവരവരുടെ കൈകൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. രോഗമുള്ള ഭാഗത്തേക്ക് അവരവരുടെ കൈകൾ വെക്കുക. മാതാപിതാക്കന്മാർ രോഗികളായ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രോഗികളായ കുട്ടികളുടെ മേൽ മാതാപിതാക്കളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ജീവിത പങ്കാളിമാർ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ രോഗിയായി ജീവിത പങ്കാളിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. കണ്ണുകൾ അടയ്ക്കുന്നു, വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ എന്ന നാമം ഉച്ചത്തിൽ വിളിച്ച് സ്തുതിക്കുക. യേശുവേ, യേശുവേ. കുറച്ചും കൂടി ഉച്ചത്തിൽ ആ നാമം വിളിച്ചുകൊണ്ടിരിക്കുക. ഉത്ഥാനം ചെയ്ത യേശുവേ, ഈ നിമിഷം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ച് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന
മഹത്വത്തിന്റെ കർത്താവേ, അങ്ങയുടെ നാമം വിളിക്കുന്ന ഈ സമയം തന്നെ ഈ ദാസന്മാരുടെ മേൽ ഇപ്പോൾ അതിശക്തമായി അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ. ഉദ്ധാനം ചെയ്തവരെ യേശുവേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി. ഉദ്ധാനം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹൃദയം നുറുങ്ങി നിലവിളിക്കുന്നു. മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. കരഞ്ഞു നിലവിളിക്കുന്നു, യേശുവേ. ഉദ്ധാനം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവരെ യേശുവേ, 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 യേശുവേ. സ്പർശിക്കണമേ, 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 തൊടണമേ, തൊടണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മുട്ടുകുത്തി നിന്നുകൊണ്ട് രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് അവിടുന്ന് സ്വർഗീയമായ അഭിഷേകം ഈ സമൂഹത്തിന് മേൽ ചൊരിയാൻ ഹല്ലേലൂയ എന്ന നാമം അവിടുന്ന് നൽകി, എന്ന വാക്ക് അവിടുന്ന് നൽകി, യേശു എന്ന നാമം അവിടുന്ന് നൽകി, ഉന്നതമായ ദാനങ്ങൾ അവിടെ നമുക്ക് നൽകി. നന്നായിട്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്രയും ഉറക്കെ യേശുവിനെ വിളിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ വിശ്വാസത്തോടെ ഉച്ചത്തിൽ ഉറക്കെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. അവിടുന്ന് കുടുംബങ്ങളെ സ്പർശിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, നിലവിളിക്കുന്ന കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ, ബാലന്മാരെ അനുഗ്രഹിക്കണമേ, യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ, നവദമ്പതികളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെല്ലാം കണ്ണുനീര് ഒപ്പിയെടുക്കണമേ. യേശുവേ, 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 യേശുവേ. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. അഗ്നി അഗ്നി അഭിഷേക